നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ദോശയുടെ കൂടെ നമ്മൾ ചമ്മന്തിയായിട്ട് ഒരു പൊടിച്ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി വറ്റൽമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കായപ്പൊടിയും ഉഴുന്നുപരിപ്പും പുഴുക്കലരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒത്തിരി അങ്ങ് കറുത്ത കളറാക്കണ്ട, ചെറിയൊരു ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമ്മൾ പുഴുക്കലരി ഇട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു പരുവം വരെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഉഴുന്നുപരിപ്പും ഇട്ട് ഇതുപോലെ തന്നെ നല്ലതായിട്ട് ചൂടാക്കി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഒരു അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു ബ്രൗൺ കളറിൽ വരുമ്പോൾ മാത്രം കായപ്പൊടി ഇട്ട് കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് അതും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതിവിടെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. തരികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം പിഴുപുളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ നല്ല പരുവത്തിൽ എടുത്തിട്ടുണ്ട്, നല്ല പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ശരിക്കും നന്നായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്.